നിനക്കടി വേണോ? അപ്പൊ ഇന്ന് രാവിലത്തെ പരിപാടികൾ എന്താന്ന് നോക്കിയാലോ. അപ്പൊ ഇന്നലെ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ നമുക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഇഡ്ഡലി അധികം ഉണ്ടാക്കാറില്ല, കാരണം എന്റെ ഇഡ്ഡലി പാത്രം അത്ര നല്ലതല്ല. അതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര കല്ല് പോലെ ആവാറാണ് പതിവ്. ഇന്നലെ പോയിട്ട് ഞാൻ ഒരു ഇഡ്ഡലി പാത്രം മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതാണ്, ഒരുപാട് ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇഡ്ഡലി പാത്രം മേടിച്ചു. ഞാനത് കഴിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ കത്തുമ്മ കഴിക്കുന്ന പരിപാടി ഏറ്റെടുത്തു. പിന്നെ അത് കുറേ നേരത്തേക്ക് ഉണ്ടായിരുന്നു. ആ ടൈമിൻ്റെ ഉള്ളിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നിറച്ച് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി തട്ടെല്ലാം നന്നായി തുടച്ച് അതിൽ വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ വെളിച്ചെണ്ണ സ്പ്രേ ചെയ്യുന്ന പാത്രമില്ലേ, ഓൺലൈനിൽ നിന്ന് മേടിച്ചെണ്ണ അടിപൊളിയാണ്, നന്നായി യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ ലീക്ക് ആവുകയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതാ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് മാവൊക്കെ ഒഴിച്ച് നേരെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി അത് ആവി വരുമ്പോൾ നമുക്ക് നോക്കിയാൽ മതി. പാത്രം ഒരാളാവശ്യത്തിന് മോള് പോയി ചെയ്ത് കൊടുക്കുമോ? ചെയ്തുതരും ചെയ്തുതരും. ആരെങ്കിലും വീട്ടിൽ പാത്രം കുറെ ആൾക്കാരുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവളെ ഉണ്ടായിക്കോളും, നന്നായി കഴിക്കോളൂ. ഒരു പാത്രം 1 മണിക്കൂറിലെടുത്ത് കഴിക്കും. ഇഡ്ഡലിയാണ് നേരത്തിന്റെ ഉള്ളിൽ അതിനുള്ള കറിക്ക് വേണ്ട ഒരു 2 സബോള ഞാൻ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. എപ്പോൾ സബോള അരിഞ്ഞാലും എൻ്റെ കണ്ണിന്ന് തുള്ളി കണ്ണീര് വരാതിരിക്കില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണിന്ന് വെള്ളം വരും. സാധാരണ പറയാം അമ്മായിമ്മ പോര് ഉണ്ടെങ്കിലാന്ന്, എനിക്ക് അങ്ങനെ അമ്മായിമ്മ പോരൊന്നും കിട്ടേണ്ട അവസരം വന്നിട്ടില്ല, പക്ഷെ എന്നാലും കണ്ണിന്ന് നല്ലോണം വെള്ളം വരും. പിന്നെ ഞാൻ അതിന് വേണ്ട തക്കാളിയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാത്തുമരെ ഗുസ്തിയുണ്ട്, അങ്ങനെ കുട്ടികളെ ചടക്കളയിൽ പണിയെടുക്കുമ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ. പിന്നെ അതിൻ്റെ ഇടയിൽ ഏട്ടൻ കുന്നോളം പോയി വന്നു. പിന്നെ ഞാൻ വേഗം എൻ്റെ ഏൽപ്പിച്ച് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇഡ്ഡലി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം അത് തുറന്നു നോക്കുന്നുണ്ട്. അപ്പൊ ഈ തുറക്കാൻ വേണ്ടി പിടിച്ച ഒരു ഐറ്റില്, അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ലും, അടിപൊളി ഐറ്റാണ്, കൈക്ക് ചൂടോ കാര്യങ്ങളൊന്നും തള്ളിയില്ല കേട്ടാ. ഞാൻ ഇതും ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്, ലിങ്ക് കിട്ടുകയാണ് ഞാൻ മേളിൽ കൊടുക്കാം. ചൂടാറിയതിന്റെ ശേഷം ആ ഇഡ്ഡലി ഞാൻ കാസറോളിക്ക് മാറ്റിയിട്ട് അടുത്ത തട്ട് ഇഡ്ഡലിയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ കറി വെക്കാൻ വേണ്ടി ആ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകും സബോളയൊക്കെ ഇട്ടു. അതൊക്കെ ഒന്ന് വാടി വരും. എനിക്ക് പച്ചമുളകും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായി ഉടഞ്ഞു വന്നപ്പോൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി അതിന്റെ പച്ചമണം മാറി വന്ന് കുറച്ച് വെള്ളം ഒഴിക്കി ഒന്ന് തിളപ്പിക്കും. പെട്ടെന്ന് തന്നെ കറിയാവും, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ കൈ കൊടുക്കുന്നതിന് ബാക്കി ഉണ്ടായിരുന്ന പാത്രവും കാര്യങ്ങളൊക്കെ ഞാൻ മോറി അടുക്കള നന്നായി തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നെ അതാ ഒരു ചായയും കൂടിയും വെച്ച് ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് കറി ഞാൻ പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. അതേപോലെ ചായയും ഞാൻ ചൂടോടുക്കൻ എന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഞാൻ അത് കൊണ്ട് മേശയും കൊണ്ട് വെച്ചു. അവൾക്ക് ഏട്ടൻ കാത്തുമ്മനെ അവളെ കസാരയിൽ ഇരുത്തി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അതാ ഏട്ടനും കാത്തുനുള്ള ഫുഡ് വിളമ്പി കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ 3 ആളും കൂടി ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. വേറെ ഒന്നുമില്ല, കുറേ നാൾ പക്ഷെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റി. അപ്പം എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രയ്ക്കുള്ളൂ. ബൈ.